ഡിസംബർ 28 കുഞ്ഞു പൈതങ്ങളുടെ തിരുനാൾ. സമാധാനത്തിന്റെ രാജാവ് എന്ന അപരനാമത്താൽ അറിയപ്പെടാനിടവന്ന യേശുക്രിസ്തുവിന്റെ ജനനം തന്നെ നാട്ടിലെ രാജാവിന്റെ സമാധാനം കെടുത്തുന്നതിനുള്ള കാരണമായി തീരുന്നു എന്നുള്ളതാണ് ഇവിടത്തെ വൈരുദ്ധ്യാത്മകത. ബിഹായസിൽ വളരെ പ്രത്യേകമായി ഉദിച്ചുയരാൻ ഇടവന്ന ഒരു നക്ഷത്രം ശ്രദ്ധയിൽപ്പെട്ട 3 വിജ്ഞാനികൾ ആ നക്ഷത്രത്തിന്റെ അനുഗമിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട വിജ്ഞാനികളിൽ നിന്ന് നാട്ടിലെ രാജാവായ ഹെറോദേസ് യഹൂദന്മാർക്ക് പിറക്കാൻ പോകുന്ന ഒരു കുഞ്ഞിന്റെ പിറവിയാണ് ആ നക്ഷത്രം സൂചിപ്പിക്കുന്നത് എന്ന വിവരം സമ്പാദിക്കാനിടവരുന്നു. വളരെ നയത്തോടുകൂടെ രാജാവ് ആ ജ്ഞാനികളോട് പറയുകയാണ്, നിങ്ങൾ ആ കുഞ്ഞിന്റെ അടുത്ത് ചെന്ന് ആ കുഞ്ഞിനെ സന്ദർശിച്ച് വണങ്ങി തിരിച്ചു വരുമ്പോൾ വിശദമായിട്ടുള്ള വിവരങ്ങൾ എനിക്ക് തീർച്ചയായും കൈമാറണം. എനിക്കും ആ കുഞ്ഞിനെ പോയി ആരാധിക്കാമല്ലോ എന്ന് ജ്ഞാനികളെ പറഞ്ഞ് അയക്കുകയാണ് ചെയ്യുന്നത്. രാജാവിന്റെ ഉള്ളിൽ വളരെ അസ്വസ്ഥതയും ഗൂഢാലോചനകൾ തിങ്ങി നിറഞ്ഞ ഒരു മനസ്സുമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് അപ്പോൾ ജ്ഞാനികൾക്ക് മനസ്സിലായി കാണുകയില്ല. ജ്ഞാനികൾ അവിടെ പോകുന്നു. ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ പിറന്നു കിടക്കുന്ന ഉണ്ണിയേശുവിനെ അവർ കാണുന്നു. അവർ കരുതിയിരുന്ന സമ്മാനങ്ങൾ കാഴ്ചവെക്കുന്നു. ആ അവസരത്തിലാണ് മനുഷ്യന്റെ കുതന്ത്രങ്ങളെ നിർവീര്യമാക്കത്തക്ക വിധത്തിലെ ദൈവത്തിന്റെ പരിപാലന പ്രവർത്തന നിരതമാകുന്നത്. ആ ജ്ഞാനികൾക്ക് പ്രത്യേകമായ ഒരു അറിയിപ്പ് ദൈവം നൽകുന്നു. നിങ്ങൾ തിരിച്ച് രാജാവിന്റെ കൊട്ടാരത്തിൽ എത്തരുത്, നിങ്ങൾ മറ്റു വഴിക്ക് തിരിച്ചു പോകണം. മറ്റൊരു അറിയിപ്പ് വഴിക്ക് ഈ കുഞ്ഞിന്റെ പിതാവിനെ വേണ്ട നിർദ്ദേശങ്ങൾ ദൈവം നൽകാനിടവരുന്നു. ഹോസേപ്പേ, നീ ഈ കുഞ്ഞിനെയും എടുത്തു നിന്റെ ഭാര്യയും കൂട്ടി ഉടനെ തന്നെ സ്ഥലം വിടണം, മറ്റൊരു രാജ്യത്തിലേക്ക്, ഈജിപ്തിലേക്ക്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് സാക്ഷാൽ ദൈവം ഉറപ്പു നൽകുകയാണ് ഹോസേ പിതാവിനെ. അവർ അപ്രകാരം തന്നെ ചെയ്യുന്നു. പക്ഷേ നാട്ടിലെ രാജാവോ നാട്ടുകാരോ ഈ സംഭവം മനസ്സിലാക്കുന്നില്ല. ജ്ഞാനികൾ തിരിച്ചു വന്ന് തന്നോട് വിശദ വിവരങ്ങൾ അറിയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന രാജാവ് ജ്ഞാനികളെ കാണാതെയായപ്പോൾ ക്ഷോഭാകുലനായി. അതോടുകൂടി തന്റെ അസ്വസ്ഥത 10 മടങ്ങ് വർദ്ധിക്കാനുമിടവന്നു. രാജ്യത്തിലെ ശാസ്ത്രജ്ഞന്മാരെ മുഴുവനും വിളിച്ചുകൂട്ടി അവരിൽ നിന്ന് വിശദമായ വിവരങ്ങൾ തിരക്കി അറിയുന്നു. അവരിൽ നിന്ന് അറിഞ്ഞ വിവരമനുസരിച്ച് ബെത്ലഹേമിലെ ആയിരിക്കണം ആ കുഞ്ഞ് ജനിക്കാനിടവരുന്നത് എന്ന ഒരു ഊഹം രാജാവിന് ലഭിക്കുന്നു. അതുകൊണ്ട് രാജാവ് ബെത്ലഹേമിന്റെ പരിസരങ്ങളിലുള്ള എല്ലാ ആൺകുട്ടികളെയും 2 വയസ്സും 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളെയും അതിദാരുണമായിട്ട് ശിരച്ഛേദനം ചെയ്യാൻ വിളംബരം പുറപ്പെടുവിക്കുകയാണ്. കാരണം ഇങ്ങനെയൊരു ശിശുവിന്റെ ജനനം തനിക്കും തന്റെ രാജ്യത്തിനും ഭീഷണിയായിട്ട് തീരും എന്നുള്ളതായിരുന്നു രാജാവിന്റെ കണക്കുകൂട്ടൽ. ഈ വിളംബരത്തിന് അടിമപ്പെട്ട് ഈ കുഞ്ഞും മരിക്കാനിടവരും എന്നുള്ളതായിരുന്നു രാജാവിന്റെ എല്ലാതരം കണക്കുകൂട്ടലും. പക്ഷേ രാജാവിന്റെ കണക്കുകൂട്ടിൽ നിന്ന് അപ്പുറത്തുള്ള കണക്കിന്റെ ഫലമായിട്ട് ദൈവം അത്ഭുതകരമായ രീതിയിൽ തന്നെ ആ കുഞ്ഞിനെയും മാതാപിതാക്കന്മാരെയും സംരക്ഷിക്കുകയാണ് ഉണ്ടായത്. രാജാവിന്റെ കൽപ്പന മുറപ്രകാരം രാജ്യത്ത് നടപ്പിലാക്കുന്നു. തൽഫലമായി ആ നാട്ടിലെ 2 വയസ്സും അതിന് താഴെയുള്ള ആൺകുഞ്ഞുങ്ങൾ മുഴുവനും ശിരച്ഛേദനം ചെയ്യപ്പെടാനിടവരുന്നു. 22ഓളം വരുന്ന നിഷ്കളങ്കരായിട്ടുള്ള കുഞ്ഞ് പൈതങ്ങളാണ് ഇങ്ങനെ ശിരച്ഛേദനം ചെയ്യപ്പെടാനിടവന്നത് എന്നാണ് ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. നിഷ്കളങ്കരായിട്ടുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ യേശുവിനെ പ്രതി എന്ന രീതിയിൽ കൊല്ലപ്പെടാനിടവന്നത് യഥാർത്ഥത്തിലുള്ള രക്തസാക്ഷിത്വമായിട്ടാണ് സഭ ഇന്ന് കരുതുന്നത്. അതുകൊണ്ടാണ് അന്ന് ശിരച്ഛേദനം ചെയ്യപ്പെട്ടിട്ടുള്ള ആ കുട്ടികളെ സ്മരിച്ചുകൊണ്ട് അവർക്ക് ഒരു ദിനം, അവരുടെ തിരുനാൾ എന്ന രീതിയിൽ സഭ ആഘോഷിക്കുകയാണ് ഇന്ന്. അതുകൊണ്ടാണ് ഈ തിരുനാളിന് കുഞ്ഞു പൈതങ്ങളുടെ തിരുനാൾ എന്ന രീതിയിൽ ജനകീയമായ പേരിൽ അറിയപ്പെടാനിടവരുന്നത്.
ഇന്നും സഭയിൽ പല സ്ഥലങ്ങളിലും ഈ കുഞ്ഞുങ്ങളുടെ തിരുനാള് ആഘോഷിക്കുന്ന ഒരു പതിവ് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജനനം തന്നെ നാട്ടുകാർക്കും രാജാവിനും ഭീഷണിയായിട്ട് തീർന്ന ആ കുഞ്ഞാണ് ലോകചരിത്രത്തെ രണ്ടായി വിഭജിക്കത്തക്ക വിധത്തിൽ സ്വാധീനം ചെലുത്താൻ ഇടവന്ന സാക്ഷാൽ യേശുക്രിസ്തു എന്ന് നമുക്കറിയാം.